അധ്യായം 14. സഞ്ജയ് ഓഫീസിലായിരുന്നു. അവന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. ഒരു ഫോൺ വന്നപ്പോൾ അവനത് അറ്റൻഡ് ചെയ്തു. സാറേ, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ മനോജാണ്, വൈറ്റില സ്റ്റേഷനിലെ. ആ, പറ മനോജെ, എന്താ കാര്യം? സാറേ, ഇവിടെ ഒരു വീട്ടിൽ ഒരുത്തൻ ഒരു സ്കൂൾ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുക. കൊച്ചു ചെറുതാ, 13 വയസ്സ്. അതിന്റെ അച്ഛനെയും അമ്മയും അവൻ കുത്തി വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നു. അവര് മരിച്ചു പോകും സാറേ. സഞ്ജയുടെ നട്ടെല്ലിൽ കൂടി ഒരു വിറ പടർന്നു. മനോജെ, കാരണം എന്താ? പോലീസ് സ്ഥലത്തില്ലേ? സാറേ, ഈ ചെക്കനൊരു ഗുണ്ടയാ, 25 വയസ്സേ ഉള്ളൂ. പക്ഷെ പോക്സോ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുക. കുത്തുകേസ് വേറെയുമുണ്ട്. ഈ കൊച്ചിനെ നോട്ടമിട്ടിട്ട് കുറച്ചായി എന്നാ കേട്ടത്. അവളുടെ പേരൻസിന് കംപ്ലൈന്റ് തന്നു. ഞങ്ങൾ അവനെ വിളിപ്പിച്ചതുമാണ്. പക്ഷെ അവൻ മുങ്ങി. ഇപ്പൊ ഇതാ സാറേ, പ്രശ്നമാണ്. അവനാ കൊച്ചിനെ കൊല്ലും. ഞാൻ വരാം മനോജെ. അതുവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യും. പ്രവോക്ക് ചെയ്യരുത്. പോലീസ് അടുത്ത് പോകരുത്. ഓക്കെ? ശരി സർ. സഞ്ജയ് കാറിന്റെ കീ എടുത്തു. അതൊരു ജനസാന്ദ്രതയുള്ള പ്രദേശമായിരുന്നു. അടുപ്പിച്ച് വീടുകൾ, കഷ്ടിച്ചൊരു കാർ കടന്നു പോകാൻ മാത്രം വീതിയുള്ള റോഡ്. അവൻ കാറ് കുറച്ച് മാറ്റിയിട്ട് നടന്നു. ചെന്നപ്പോൾ തന്നെ കണ്ടു സകല മീഡിയയും എത്തിയിട്ടുണ്ട്. അവനെ കണ്ട് മനോജ് സല്യൂട്ട് ചെയ്തു. സഞ്ജയ് ആ കാഴ്ചയിലേക്ക് നോക്കി. യൂണിഫോം ഇട്ട ചെറിയൊരു പെൺകുട്ടി, അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ. പെൺകുട്ടി ഇപ്പോൾ ബോധം കെട്ട് വീണുപോയേക്കും. അവന്റെ കത്തി അവളുടെ ദേഹത്ത് പലയിടത്ത് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരുത്തൻ അടുത്തോട്ട് വന്നാൽ ഞാനിവളെ കൊല്ലും, അവൻ ആക്രോശിക്കുന്നു. അവന്റെ കൈകൾ അവളുടെ മാറിടത്തിൽ അമരുന്നത് കണ്ട് സഞ്ജയ് മുഖം തിരിച്ചു. സാറേ, അവൻ അതിനെ എന്തെങ്കിലും ചെയ്യണം സർ. അതിന്റെ പേരൻസ്. അകത്തും ഞരക്കവും നിലവിളിയും കേൾക്കാമായിരുന്നു. ഇപ്പോൾ നിലച്ചു. തീർന്നിട്ടുണ്ടാകും. സഞ്ജയ് വീണ്ടും അവിടേക്ക് നോക്കി. അവളുടെ പാവാടയ്ക്കകത്തേക്ക് പോകുന്ന കൈകൾ വഷളൻ ചിരിയോടെ അമർത്തി ചുംബിക്കുന്ന അവൻ. സഞ്ജയ് തോക്കെടുത്തു. മനോജ്, വേണ്ട സാറേ എന്ന് പറയും മുന്നേ വെടി ഉതിർത്തു കഴിഞ്ഞു. 1, 2, 3, 4. അവന്റെ മുട്ടുകാലുകൾ തകർത്തുകൊണ്ട് ബുള്ളറ്റ് കടന്നുപോയി. പെൺകുട്ടി മുന്നിലേക്ക് ബോധമറ്റു വീണു. അവൻ മലച്ചു പിന്നിലേക്കും. ഒരു നിമിഷം നടുങ്ങിത്തെറിച്ച നാട്ടുകാർ ആർപ്പ് വിളിച്ചു. അവരത് ആഗ്രഹിച്ചതുപോലെ തോന്നിച്ചു. കുറെ നേരമായി തീ തിന്ന് അവർ നിൽക്കാൻ തുടങ്ങിയിട്ട്. സഞ്ജയ് കാലുകൊണ്ട് അവനെ ഒന്ന് മലർത്തി കിടത്തി. ഒറ്റ ചവിട്ട് മുഖത്ത്. പിന്നെ വെടിയേറ്റ കാലിൽ അമർത്തി ഞെരിച്ചുകൊണ്ട് മുരണ്ടു. മോനെ, അവൻ അലറി കരഞ്ഞുകൊണ്ട് കാല് വലിച്ചു. സാറേ, മീഡിയ മതി. മനോജ് അടുത്തു വന്നു. വീട്ടിൽ കയറി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ മനോജെ, വേഗം. ഈ കുട്ടിയെ ക്വിക്ക്. മീഡിയ അടുത്തേക്ക് വന്നതും കൈകൊണ്ട് തടഞ്ഞു അവൻ. മനോജെ, അകത്തുള്ള സ്ത്രീയും പുരുഷനും മരിച്ചിട്ടില്ലായിരുന്നു. ധാരാളം രക്തം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു അവരുടെ. മനോജ് തിരിഞ്ഞു നോക്കി. സർ, ആംബുലൻസ് വിളിച്ചോ? യെസ് സർ. അവനെ അവസാനം മതി. കൊച്ചി മുഴുവൻ 2 റൗണ്ട് ഓടിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി. ജീവിച്ചിരിക്കണമെന്ന് ആർക്കും ഒരു നിർബന്ധവുമില്ല. മനോജ് മെല്ലെ ചിരിച്ചു. ആരാധനയോടെ അവൻ സഞ്ജയെ നോക്കി. ആൺകുട്ടി, പുലിക്കുട്ടി. ഇത്രയും ധൈര്യം ഈ സർവീസിനിടയിൽ ആരിലും കണ്ടിട്ടില്ല. സത്യത്തിൽ ഇങ്ങനെയുള്ളവൻ ചാകണം. അവൻ വെറുപ്പോടെ നിലത്ത് കിടന്ന് നിലവിളിക്കുന്ന അവനെ നോക്കി. ശവം കിടക്കട്ടെ അവിടെ. മുഖ്യമന്ത്രി IG-യെ വിളിച്ചു. ആരാടോ ഷൂട്ട് പെർമിറ്റ് ചെയ്തത്? ചന്ദ്രമോഹൻ ഒന്ന് പതറി. ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ സഞ്ജു സസ്പെൻഷൻ ആകും. കൊടുത്തെന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് അയാൾ പറഞ്ഞു. എന്നോട് അനുവാദം ചോദിച്ചു സർ. സാറും കണ്ടതല്ലേ അവസ്ഥ. ഒന്നും ചെയ്യാതിരുന്നെങ്കിൽ അവൻ പരസ്യമായി ആ കൊച്ചിനെ. വേറെ വഴിയില്ലായിരുന്നു സർ. തനിക്ക് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? പിന്നെ എന്തിനാടോ ഞാൻ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്? തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാണെങ്കിൽ ഞങ്ങളൊന്നും വേണ്ടായല്ലോ ഇവിടെ. സർ, സമയമില്ലായിരുന്നു. സോറി സർ. അയാൾ ഫോൺ വെച്ചു. എന്ത് വിവരക്കേടാണ് ഇയാൾ പറയുന്നത്? എന്ത് മനുഷ്യനാണ്? വെറുതെയല്ല പീഡനങ്ങൾ കൂടുന്നത്. നാട്ടിൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവർ കയറി അങ്ങ് മേയുക. ഇവിടെ ഇരുന്ന് ലോ ആൻഡ് ഓർഡർ പറഞ്ഞാൽ നിന്നാ മതി. അയാൾ തന്നെ പറഞ്ഞു. എന്നാലും സഞ്ജു, അവനെ ഒന്ന് വിളിച്ച് 4 തെറി പറഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കി. അയാൾ വിളിക്കും മുൻപേ ഇങ്ങോട്ട് കോള് വന്നു. തരുന്ന സ്വാതന്ത്ര്യം എന്തിനും കയറി അങ്ങ് ഉപയോഗിച്ച് കളയല്ലേ. ഇനി ഞാൻ ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരും. ആലോചിച്ച് നോക്കൂ നീ. എന്തിനാ വെടിവെച്ചത്? അങ്കിൾ എന്നെ സസ്പെൻഡ് ചെയ്തു. സഞ്ജയ് തണുത്ത സ്വരത്തിൽ പറഞ്ഞു. അതാണോടോ അതിന്റെ മറുപടി? നീ ചെയ്തത് ശരിയാണോ? അല്ലേ? അങ്കിള് പറ. 13 വയസ്സുള്ള കുഞ്ഞാണ്. അവളെയാണ് പരസ്യമായിട്ട് അങ്കിള് TV-യിൽ കണ്ടതല്ലേ? ചന്ദ്രമോഹൻ നിശബ്ദനായി. എന്റെ മോനെ, നീ ഇങ്ങനെ എടുത്തു ചാടല്ലേ. ഒരു മയത്തിൽ വേണ്ടേ? മയമുള്ളത് കൊണ്ടും കേരളത്തിലായതുകൊണ്ടുവാ മൂട്ടിൽ വെടിവെച്ചത്. വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്സിലായിരുന്നെങ്കിൽ ഞാൻ അവനെ നെഞ്ചിലെ വെടിവെക്കുള്ളൂ, അല്ലെങ്കിൽ നെറ്റിയിൽ. ഓ, എനിക്കറിയാം. അക്കാഡമിക്കിലെ ഷാർപ്പ് ഷൂട്ടർ അല്ലായിരുന്നോ പൊന്നുമോൻ? ഇനി നീ തോക്കിൽ തൊട്ടാ നിന്നെ ഞാൻ തട്ടും, നോക്കിക്കോ. മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇനി വരും.
വൈകുന്നേരം ചാനൽ ചർച്ച. എനിക്ക് തല പെരുക്കുന്നു. അങ്കിൾ ഒരു കാര്യം ചെയ്, ലീവ് എടുത്തോ, എന്നിട്ട് 2 അടിച്ച് റിലാക്സ് ആയി വീട്ടിലിരിക്കുക. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നീ ഫോൺ വെച്ചോ. അവൻ്റെ ഒരു ഉപദേശം. സഞ്ജയ് ചെറുചിരിയോടെ ഫോൺ കട്ട് ചെയ്തു. സർ, കമ്മീഷണർ വിളിക്കുന്നു. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാതക്കൽ. ഞാൻ ഓഫീസിൽ പോയി കണ്ടോളാം, അവൻ മറുപടി കൊടുത്തു. നന്ദനയുടെ ഫോൺ വന്നപ്പോൾ ഗൗരി അടുക്കളയിൽ സുഷമയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ സഞ്ജയ് സാർ, ടി വിയിൽ നീ കണ്ടോ? ഇല്ലല്ലോ. ടി വിയിൽ എന്താ? നീ ടി വി വെച്ചേ. അവൾ ഒന്നും മനസ്സിലാവാതെ പോയി ടി വി ഓൺ ചെയ്തു. സഞ്ജയ് വെടിവെക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ടി വിയിൽ മാറി മാറി വന്നുകൊണ്ടിരുന്നു. എല്ലാ ചാനലുകളിലും ഫ്ലാഷ് ന്യൂസ്. ഈശ്വര, എന്തിന്? അവൾ റിമോട്ട് എടുത്ത് ടി വിക്ക് മുന്നിൽ കുത്തിയിരുന്നു. സംഭവത്തിന്റെ ഒരു ഏകദേശ രൂപം പിടി കിട്ടിയപ്പോൾ അവൾ തനിയെ തല കുലുക്കി. അങ്ങനെ തന്നെ വേണം, കൊല്ലണോ അവനെ, ദുഷ്ടൻ. സഞ്ജയെ ഒന്ന് വിളിച്ചാലോ എന്നവൾ ചിന്തിച്ചു. ചിലപ്പോൾ ഇഷ്ടമാവില്ല, ദേഷ്യം വരും. ഡ്യൂട്ടി ടൈമാണ്. ഭയങ്കര സ്നേഹമൊക്കെ തന്നെയാണ് അവൾക്ക്. പക്ഷേ ദേഷ്യം വന്നാൽ... സഞ്ജയുടെ ഫോൺ ബെല്ലടിച്ചു. ഗൗരി. അവന് കാര്യം മനസ്സിലായി. സഞ്ജു ചേട്ടാ, തിരക്കാണോ? ഫോൺ എടുത്ത ഉടനെ ചോദ്യം വന്നു. അവൻ്റെ ഉള്ളിലൊരു തണുപ്പ് നിറഞ്ഞു. പറഞ്ഞു. കൺഗ്രാറ്റ്സ് ട്ടോ ഉമ്മ. അവന് ചിരി വന്നു. ചുറ്റും പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. കമ്മീഷണറുടെ ഓഫീസിലാണ്. എപ്പോഴാ വരിക? ആ ചോദ്യത്തിന് ഒരു മാന്ത്രിക ശക്തിയുണ്ട്. ഓടി ചെല്ലാൻ തോന്നിപ്പിക്കുന്ന ഒരു ഫീൽ. ലേറ്റ് ആവും, രാത്രി കാണാൻ തോന്നുന്നു. അവൻ പുറത്തേക്ക് നോക്കി. എൻ്റെ പെണ്ണ്, പാവം. ഞാൻ കഴിയുന്നതും വേഗം വരാം, തിരക്കാണ്. ശരി, മിടുക്കനാണ് കേട്ടോ എൻ്റെ കെട്ടിയോൻ. പ്രൗഡ് ഓഫ് യു ആൻഡ് ലവ് യു. അവന് ഭയങ്കര സന്തോഷം തോന്നി. ആദ്യത്തെ അഭിനന്ദനമാണ്. ലവ് യു ടു, അവൻ മെല്ലെ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷൻ ശക്തമായ നിലപാടെടുത്തതോടെ ഗവൺമെന്റിന് സഞ്ജയ്ക്ക് സസ്പെൻഷൻ കൊടുക്കാതെ നിർവാഹമില്ലാതെ വന്നു. അത് ഷൂട്ട് ചെയ്തതിനല്ല, വെടിയേറ്റ് കിടന്നവന്റെ മുഖത്ത് ചവിട്ടിയതിന്. അവന്റെ വെടിയേറ്റ കാലിൽ ചവിട്ടിയതിന്. നിയമം അതൊന്നും അനുവദിക്കുന്നില്ല. അവൻ വരുണിന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ സസ്പെൻഷനായി, ഞഞ്ഞായി. വരുൺ കളിയാക്കി. സഞ്ജയ് ചിരിച്ചു. സത്യത്തിൽ എനിക്കിത് നന്നായതേ ഉള്ളൂ. ഗൗരിയുടെ കോളേജിൽ ഒരു ഫംഗ്ഷനുണ്ട്, റാങ്ക് കിട്ടിയതിന്റെ അനുമോദനം. പിന്നെ മറ്റൊന്ന്, കല്യാണം കഴിഞ്ഞ് അവൾ ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല. 2 ആഴ്ച ഒരു യാത്ര പോകാം. ശരിക്കും ഇപ്പോൾ നിനക്ക് അവളോട് ഇഷ്ടമുണ്ടോടാ, അതോ ആ പാവത്തിനെ പറഞ്ഞ് പറ്റിക്കുകയാണോ? സഞ്ജയ് നിശബ്ദനായി. അവനെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ മരിച്ചുപോയ പെണ്ണിനെ കളങ്കപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. അവൾ എത്ര മോശമായിരുന്നുവെങ്കിലും ഒരു കാലത്ത് തൻ്റെ എല്ലാമായിരുന്നു. തൻ്റെ ലോകം തന്നെ അവളായിരുന്നു. വരുണിനോടും ഗൗരിയോടും എല്ലാം പറയണമെന്ന് തന്നെയാണ് അവൻ ആദ്യം ആലോചിച്ചത്. പിന്നീട് എപ്പോഴോ അതൊന്നും വേണ്ട എന്ന് തോന്നി. തന്നെ അവൾ ചതിച്ചതിൽ ഇന്ന് തനിക്ക് ദുഃഖമില്ല. ഓർക്കുമ്പോൾ ദുഃഖം 2 പേരെ ഓർത്താണ്. ഒന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അലക്സ്, 2 വിവേക്. ചെയ്യാത്ത തെറ്റിന് 7 വർഷം ജയിലിൽ കിടന്നവൻ. ഇനി അവൻ്റെ ഭാവി എന്ത്? ഞാൻ ചോദിച്ചത് കേട്ടോ? സഞ്ജയ് തലയാട്ടി. മറുപടി പറ. ഗൗരിയെ ഞാൻ സ്നേഹിക്കുന്നു വരുൺ. സ്നേഹത്തെക്കാൾ അവളെ ഞാൻ ബഹുമാനിക്കുന്നു. ഗൗരി നല്ല പെണ്ണാണ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പെണ്ണ്. വരുൺ പുഞ്ചിരിച്ചു. അപ്പോൾ ഇനി ഉടനെ ഒരു കുഞ്ഞിക്കാൽ പ്രതീക്ഷിക്കാം. വരുൺ അർത്ഥം വെച്ച് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇതുവരെ. അവൻ്റെ മുഖം ചുവക്കുന്നുണ്ടായിരുന്നു. എന്തോന്നാ? വരുണൊന്ന് മുന്നോട്ടാഞ്ഞു. അത് പിന്നെ എനിക്കൊരു വല്ലായ്മ. എടാ, അവള് ഭയങ്കര നിഷ്കളങ്കയാടാ. എന്നെക്കൊണ്ട് വയ്യ. ആ മുഖത്ത് നോക്കിയ കുഞ്ഞുങ്ങളെ പോലെയാ. തേങ്ങാക്കൊല. എൻ്റെ ദൈവമേ, ഏതു നേരത്താണോ ആ മാധവൻ അങ്കിളിനും ആൻറ്റിക്കും ഇത് തോന്നിയത്? ഇവനെ ഉണ്ടാക്കിയ നേരത്ത് മതി. വാഴയല്ലേ? അത് തന്നെ. ഇപ്പോഴും അവള് താഴെ മുറിയിലാണോ കിടക്കുന്നേ? സഞ്ജയ് തലയാട്ടി. വരുൺ കണ്ണു മിഴിച്ചു. അയ്യേ, എടാ കോപ്പേ, നിനക്കിനി ഇതും ഞാൻ പറഞ്ഞു തരണോ? വലിയ IPS കാരനാ. അല്ല, നിന്റെ കാമുകിയുമായി നിനക്ക് എല്ലാ റിലേഷനും ഉണ്ടായിരുന്നതല്ലേ? പിന്നെന്താ ഇപ്പോൾ? അത് വെള്ളത്തിൻ്റെ പുറത്ത്. അവളും ഞാനും മദ്യപിക്കും, പിന്നെ ബോധമൊന്നുമില്ല. അങ്ങനെയായിരുന്നു അത്. ഗൗരി അങ്ങനെയല്ല. അവള് ദേവി മാതിരി, ശുദ്ധമായൊരു പൂവ് പോലെ. വരുൺ അത് കേട്ടിരിക്കുകയായിരുന്നു. ഗൗരിയുടെ പേര് പറയുമ്പോൾ വികാരാധിക്യം കൊണ്ട് അവന് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. സ്വതവേ വെളുത്ത അവൻ്റെ മുഖം രക്തനിറമായി. ഗൗരിയെ എത്രത്തോളം അവൻ ആരാധിക്കുന്നുണ്ടെന്ന് അവൻ്റെ കണ്ണുകൾ പറഞ്ഞു. നിനക്കൊരെണ്ണം ഒഴിക്കട്ടെ, നീയൊന്ന് ഉഷാറാവട്ടെ. വരുൺ കുപ്പിയെടുത്തു. വേണ്ടടാ, ഇന്ന് അമ്പലത്തിൽ എന്തോ പൂജയോ മറ്റോ ഉണ്ട് എൻ്റെ പേരിൽ. ഗൗരി നേർന്നതാ, പോകണം. നീ അമ്പലത്തിൽ പോയി തുടങ്ങിയോ? വരുൺ അതിശയിച്ചു പോയി. പോയിട്ടില്ല. കുഞ്ഞിലെ പോലും പോയ ഓർമ്മയില്ല. ആദ്യമായിട്ടാ. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ അവൾക്ക് സന്തോഷമാകുമെങ്കിൽ.
ഒത്തിരി കരയിച്ചതല്ലേടാ ഞാൻ അവളെ. ചിലപ്പോൾ എനിക്ക് എൻ്റെ വലത് കൈ അടിച്ച് ചിതറിക്കാൻ തോന്നും. അവളെ ഉപദ്രവിച്ച കൈയല്ലേ അത്. എന്നിട്ടും അവൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെങ്ങനെ? അതാണ് പെണ്ണെന്ന മാജിക്. ഇവിടെ ഒരെണ്ണമുണ്ട്, നമുക്ക് പിടികിട്ടത്തില്ല. അവരെന്താ ചിന്തിക്കുന്നത്, ഇനി എന്താ പറയുന്നത്, ഒന്നും ഏഹേ. പിന്നെ നമ്മളൊരു ഊഹം വെച്ചങ്ങ് ജീവിക്കുക. അത് പറഞ്ഞപ്പോഴാ അനക്കമില്ലല്ലോ. നീ ഇല്ലേ വീട്ടിൽ പോയി. 2 ദിവസം പോയി നിന്നോളാം ഞാനും. ഒന്ന് ഫ്രീ ആയിട്ട് വെള്ളം അടിച്ച് വാള് വെച്ച് ഉറങ്ങണം. സഞ്ജയ് പൊട്ടിച്ചിരിച്ചു. വിവേക് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴാ നിന്റെ മനസ്സ് മാറുമോ? അതൊരു ചോദ്യമായിരുന്നു. സഞ്ജയ് എന്തു പറയണമെന്നറിയാതെ അല്പനേരം ഇരുന്നു. വരുൺ, ഞാനന്ന് തിരുവനന്തപുരത്ത് പോയില്ലേ? അന്ന് ഗൗരി പറഞ്ഞിട്ട് ഞാൻ ആ കേസിനെക്കുറിച്ച് കുറച്ച് വിശദമായി അന്വേഷിച്ചു. വിവേക് മനഃപൂർവ്വം ചെയ്തതല്ലത്. പക്ഷെ മീനാക്ഷിയുടെ അച്ഛൻ MLA ആയതുകൊണ്ട് അയാൾ എന്തൊക്കെയോ തരികിട കാണിച്ചു. വിവേകിന് ശിക്ഷ കിട്ടുകയും ചെയ്തു. എൻ്റെ കർത്താവേ, ആ പയ്യൻ്റെ ജീവിതം പോയല്ലോടാ. ദൈവമേ, എന്തൊക്കെ ഈ ഭൂമിയിൽ നടക്കുന്നേ? ഒരു മിടുക്കൻ ഡോക്ടർ ആകേണ്ടിയിരുന്നവൻ ജയിലിൽ. ഗൗരിയോട് പറഞ്ഞോ നീ ഇത്? ഇല്ല. പറയും, നാട്ടിൽ പോകുമ്പോൾ പറയും. അവളോട് മാത്രമല്ല, അവളുടെ മാതാപിതാക്കളോടും. വേണം, അത്രയെങ്കിലും നീ ചെയ്യണം. പാവങ്ങൾ. സഞ്ജയ് കസേരയുടെ പിന്നിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. അതെ, പാവങ്ങളാണ്. തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം. IG അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിൽ കുറച്ച് തടവുകാരെ വിട്ടയക്കുന്നൊരു പതിവുണ്ട്. ഇത്തവണ വിവേക് ആ ലിസ്റ്റിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ ചെയ്ത് തീർന്നിട്ടുണ്ടോ എന്ന് അങ്കിൾ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കഷ്ടിച്ച് 20 ദിവസം. വിവേക് വരും. വിവേകിനൊരു ജോലി, ഒരു കുടുംബം ഒക്കെ മനസ്സിലുണ്ട്. ഒരു പ്രായശ്ചിത്തമാണത്, ഗൗരിയെ വേദനിപ്പിച്ചതിനുള്ള പ്രായശ്ചിത്തം. സഞ്ജയ് ചെല്ലുമ്പോൾ ഗൗരി കുളിക്കുകയായിരുന്നു. സഞ്ജയ് ആ നേരത്ത് വരുമെന്ന് ഒരു ഊഹവുമില്ലാതിരുന്നത് കൊണ്ട് തന്നെ അവൾ മുറിയുടെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഗൗരി കുളിച്ച് ഒരു ടവൽ ധരിച്ച് മുറിയിൽ വന്നു. ഏത് വസ്ത്രം ഇടണമെന്ന് അലമാരയിൽ തിരയുകയായിരുന്നു അവൾ. സഞ്ജയുടെ കാറ് വന്നത് അവൾ അറിഞ്ഞില്ല. ഗൗരി. ചാരിയിട്ടിരിക്കുന്ന വാതിൽ തുറന്ന് സഞ്ജയ് അകത്തേക്ക് വന്നപ്പോൾ ഗൗരി പെട്ടെന്ന് പകച്ചുപോയി. സഞ്ജയുടെ ശ്വാസം വിലങ്ങി. അവൻ അവളെ നോക്കി നിന്നുപോയി. വെണ്ണക്കൽ ശില്പം പോലൊരു പെണ്ണ്. ഉടലളവുകൾ കൃത്യം. മുടിയിഴകളിൽ നിന്ന് വീഴുന്ന ജലകണങ്ങൾ അവളുടെ കഴുത്തിൽ പറ്റിപ്പിടിച്ച് കിടന്നു. ചുവന്നു പോയ മുഖം. അവൻ്റെ രക്തം ചൂടാകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. ഗൗരി ആകട്ടെ വേഗം കട്ടിൽ കിടന്നൊരു ഷീറ്റ് എടുത്ത് അവളെ തന്നെ മറച്ചു. സഞ്ജയ് മെല്ലെ ചിരിച്ചു. പിന്നെ മുന്നോട്ട് ചെന്നു. ഷീറ്റ് മെല്ലെ മാറ്റി കട്ടിലിട്ടു. സഞ്ജയ് ചേട്ടൻ പോയേ, ഞാൻ ഡ്രസ്സ് ചെയ്യട്ടെ. അവൾ അവൻ്റെ നെഞ്ചിൽ മെല്ലെ തള്ളി. നീ ഡ്രസ്സ് ചെയ്തു. അവനൊരു കള്ളച്ചിരി ചിരിച്ചു. കഷ്ടമുണ്ട് കേട്ടോ. ഞാനൊന്ന് കാണുഴടി, നീ ഏത് ഡ്രസ്സാണ് ഇടുന്നതെന്ന്. സഞ്ജയ് അടുത്തു വന്നു. സാരിയാണോ? അവൾ അല്ല എന്ന് തലയാട്ടി. പിന്നെന്താ എൻ്റെ പൊന്നിടുന്നത്? അവൻ്റെ വിരലുകൾ അവളുടെ ചുണ്ടിലമർന്നു. അവൾ ദുർബലമായി കുതറി. അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചു. ഗൗരിക്ക് കുളിർന്നു. അവൾ ഇമ വെട്ടാതെ അവനെ നോക്കിക്കൊണ്ടു നിന്നു. സഞ്ജയ് മൃദുവായി അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. ശക്തിയായി മിടിക്കുന്നു ഹൃദയം. പേടിച്ചു പോയ മുഖം. പേടിയാണോ എന്നെ? അവൻ മെല്ലെ ചോദിച്ചു. അവൾ അല്ല എന്ന് തലയാട്ടി. പിന്നെന്താ? അറിയില്ല. സഞ്ജയ് ചേട്ടൻ എന്നെ എന്തെങ്കിലും ഉപേക്ഷിച്ചു പോവോ? ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സഞ്ജയുടെ കണ്ണുകളും പൊടുന്നനെ നിറഞ്ഞു. എൻ്റെ ഇഷ്ടമൊക്കെ കഴിഞ്ഞിട്ട് എന്നെ മടുക്കുമ്പോൾ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയുമെന്നാണോ? ഗൗരി ആ വാ പൊത്തി. സഞ്ജയ് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഗൗരി, നിന്നെ ഉപേക്ഷിച്ച് പോവില്ല ഞാൻ ഒരിക്കലും. എന്നെങ്കിലും നീ എന്നെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ സഞ്ജുവില്ല. ഗൗരി ഞെട്ടലോടെ അവൻ്റെ മുഖത്ത് നോക്കി. സഞ്ജയ് പിന്നെ ജീവിച്ചിരിക്കില്ല. ഒന്നിനു വേണ്ടി, ആർക്കു വേണ്ടി? അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ. അവൻ അവളുടെ ചുണ്ടിൽ ഭ്രാന്തമായി ചുംബിച്ചു. ഗൗരി അവൻ്റെ ശക്തിയിൽ താഴെ വീണു പോകാതിരിക്കാൻ അവനെ അള്ളിപ്പിടിച്ചു. അവൻ മുഖമെടുത്തപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണുപോയി. നീ ആഗ്രഹിക്കുമ്പോഴേ ഞാൻ എല്ലാ അർത്ഥത്തിലും നിന്നെ സ്വന്തമാക്കും. ഇതെൻ്റെ വാക്ക്. നീ എന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ? അന്ന് മാത്രം മതി എനിക്ക് എല്ലാം എല്ലാം. സഞ്ജയ് അവളെ ഇറുകെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് സ്വതന്ത്രയാക്കി. ഞാൻ കുളിച്ചിട്ട് വരാം. ക്ഷേത്രത്തിൽ പോകാം. പിന്നെ ഒരു കാര്യം, സസ്പെൻഷൻ അടിച്ചു കിട്ടി. അതുകൊണ്ട് നാളെ നമ്മൾ നിന്റെ നാട്ടിലേക്ക്. ഒരേ സമയം ചിരിക്കണോ കരയണോ എന്നറിയാതെ അവൾ നിന്നു. സഞ്ജയ് വാതിൽ ചാരി അവൻ്റെ മുറിയിലേക്ക് പോയി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.